ഉപകാരങ്ങളും കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത സകല നന്മകളും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നവരായി നേടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരുന്നു. പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ചിരുന്നു, എല്ലാ ഭവനങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അവരൊക്കെ ഞാൻ നിഗ്രഹിച്ചിരിക്കുക. സ്തോത്ര. എല്ലാം ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക എന്നുള്ള പാട്ട് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. സംഗീതം വായിക്കുന്നതായിട്ട് ജുഷയെ ക്ഷണിക്കുന്നു. സങ്കീർത്തനം വായിക്കുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു.
യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവമേസ്തുതി എനിക്ക് യോഗ്യമാകുന്നു. നമുക്ക് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ 3 വിഷയം പറയാം. ആ സമയത്ത് മോളി വർഗീസ് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒന്നാമത്തെ വിഷയം +2 SLC പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കാം. അഖിൻ തോമസ്, റൂബിൻ, സ്നേഹ ഷാജു, ജോസിയ, സാമുവൽ, റൂഫസ്, ആൽഫിൻ, മെറിൻ, ആൽജിൻ. 2022 ക്രമീകരിക്കുന്ന മിഷൻ എക്സ്പോയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ സ്ഥലത്തിന് വേണ്ടി, നടക്കാൻ പോകുന്ന സ്ഥലത്തിന് വേണ്ടി, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രസംഗിക്കാൻ കടന്നു വരുന്ന ദാസന്മാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഏട്ടനും അറുമുഖനും കൂടെ വൈകിട്ട് തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലായിരിക്കുന്നു. യാത്രയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ 3 വിഷയം ഓർത്ത് മോളിച്ച് പ്രാർത്ഥിക്കും. മോളി പറയും. മ്യൂട്ട് മാറ്റേ. മ്യൂട്ട് മാറ്റേ. കേൾക്കാലേ? കേൾക്കാണ്ട്. ഞങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നേരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല കർത്താവേ. കർത്താവേ, ഇന്നത്തെ എല്ലാ സൂമിക്കിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് പറയാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, മിഷൻ എക്സ്പോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2020 നടന്ന കർത്താവേ എക്സ്പോ കർത്താവേ, 2021 കർത്താവേ നന്നായി നടക്കുവാൻ നീ സഹായിക്കണമേ കർത്താവേ. അതിന് വരാൻ പോകുന്ന കർത്താവേ ദാസന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക മക്കളെ കൂട്ടി വരുത്തുവാനും കർത്താവേ, വചനം കർത്താവ് ഉള്ളിൽ കർത്താവ് ആഴമായി പതിവാൻ കർത്താവ് നീ സഹായിക്കണമേ കർത്താവേ. കൂടുതൽ മക്കൾ കർത്താവ് ദൈവത്തിലേക്ക് നീ സഹായിക്കും തീർക്കണമേ കർത്താവേ. +2 SLC പരീക്ഷ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർക്ക് ആവശ്യമായ ബുദ്ധി കർത്താവെ കൊടുക്കണമേ കർത്താവേ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആത്മാവാകുന്നു കർത്താവേ. കർത്താവേ, യഹോവയിൽ ആശ്രയിക്കുന്ന കർത്താവേ, കുലുങ്ങാതെ കർത്താവേ, അവർക്ക് അതിനുള്ള ബുദ്ധി കൊടുത്ത് കർത്താവേ നന്നായി പരീക്ഷ എഴുതുവാൻ കർത്താവേ നീ ഓരോ മക്കളെയും നീ സഹായിക്കണമേ കർത്താവേ. അവരെ കർത്താവേ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണമേ കർത്താവേ. പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ കർത്താവേ. കർത്താവേ, പോകുന്ന ഷാജിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അറുമുഖനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവര് കർത്താവേ തമിഴിലേക്ക് പോകുന്ന കർത്താവേ കർത്താവേ. കർത്താവേ, അത് കർത്താവ് നന്നായി നടക്കുവാൻ കർത്താവേ. അതിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവേ ക്രമത്തിൽ കർത്താവേ നടക്കുവാൻ കർത്താവേ സഹായിക്കണമേ കർത്താവേ. ഒരു മുടക്കം കൂടാതെ കർത്താവേ പോയ ആവശ്യങ്ങൾ കർത്താവേ നന്നായി നടക്കുവാൻ കർത്താവേ. ആശ്രയിച്ച് കർത്താവേ നന്നായി നടക്കുവാൻ കർത്താവേ എല്ലാം മുഖാന്തരമാക്കി തീർക്കണമേ കർത്താവേ. കർത്താവേ, എക്സ്പോന് വേണ്ട എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യ ഭണ്ഡാരം തുറന്ന് കർത്താവേ, അത് കർത്താവേ കൂടുതൽ കർത്താവേ അനേക മക്കൾ കർത്താവേ സഹായിക്കണമേ കർത്താവേ. കർത്താവേ, എല്ലാ വിഷയങ്ങളും കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണമേ കർത്താവേ. എല്ലാ ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇനി പറയുന്ന 3 വിഷയങ്ങൾ പറയുമ്പോൾ തബീതേച്ചി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്ന് പോയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ പോയിരിക്കുന്ന കാര്യം മെയിനായിട്ട് നമ്മുടെ തമിഴ് ഭാഷയിലെ പത്രം ഇറക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുവാനും ആ കാര്യങ്ങളെ ക്രമീകരിക്കാനും വേണ്ടിയാണ് പോയിരിക്കുന്നത്. അതിന്റെ എല്ലാ DTP വർക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ മിഷൻ ഫീൽഡുകളിൽ ചില മിഷൻ ഫീൽഡുകളിൽ ചർച്ചകളില്ല, എന്നാൽ പുതിയ ചർച്ചകളൊക്കെയും ആരംഭിക്കുവാൻ അതിന്റെ വർക്കിനെ ഓർത്ത് പ്രത്യേകം സാമ്പത്തിക ആവശ്യങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ ദേശത്ത് നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അത് സമാധാനപരമായിട്ട് നടക്കുന്നതിന് വേണ്ടി തബിതേച്ചി പ്രാർത്ഥിക്കും. തബിത ജോർജ്.
സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് സൂം മീറ്റിങ്ങിലൂടെ ദൈവമേ എല്ലാവർക്കും ഒത്തുകൂടുവാൻ വേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, നിന്റെ മക്കൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുക കർത്താവേ. അവർ പോയിരിക്കുന്നതിന്റെ ഉദ്ദേശം പൂർത്തിയാക്കി വരുവാൻ ദൈവമേ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, തമിഴ് ഭാഷയിലുള്ള പത്രം ഇറക്കുവാനും മാസിക ഇറക്കുവാനും ദൈവമേ നീ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, എല്ലാ കാര്യങ്ങളും നീ അറിയുന്നതിനോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഇരിപ്പിലും നടപ്പിലും പോക്കിലും വരവിലും എല്ലാം ദൈവമേ നീ കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാം സമാധാനപരമായി തീരുവാനും ദൈവമേ ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുവാനും ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നമ്മുടെ പല ഭാഗത്തും മിഷൻ ഫീൽഡുകളിൽ കർത്താവേ അത് ആലയം പണിയുവാനും അതിനുമായി പല സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് കർത്താവേ. ദൈവമേ, ഓരോ കരങ്ങളും കൂടി പ്രവർത്തിച്ചാൽ ദൈവമേ അതിനുള്ള സമ്പത്താകുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. ആയതിനാൽ ദൈവമേ അതിലേക്ക് എല്ലാവരുടെയും സമ്പാദ്യം കർത്താവെ അതിലേക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവമേ നീ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകൾ പറഞ്ഞ എല്ലാ വിഷയത്തെ ഒരിക്കൽ കൂടി നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ ദൈവമേ. നീ ഇല്ലാതെ ഞങ്ങൾത്തോളം വഴി നടത്തിയ കൃപകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കാര്യം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്കിന്ന് സന്ദേശം തരുന്നത് നമ്മുടെ രാജസ്ഥാനിലെ മിഷണറി ആയിരിക്കുന്ന ബ്രദർ മുകേഷ് ആകുന്നു. നമുക്കിപ്പോൾ ഒരു 35 വരെ നമുക്ക് വചനം പറയാനായിട്ട് സമയമെടുക്കാം. വചനം പറയാനായിട്ട് ക്ഷണിക്കുന്നു ബ്രദർ മുകേഷിനെ. മുകേഷ് കേറിയിട്ടുണ്ടോ? मुकेश भाई, आपके स्वागत करता हूँ. आप हिंदी में बात कर दीजिए, मैं ट्रांसलेट करता था. ജോയിൻ ചെയ്യുന്നുണ്ടോ? ശരി ശരി. നെറ്റിന്റെ എന്തൊരു പ്രശ്നം ഉണ്ടോണോ? ബാബേട്ടനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ബാബേട്ടനോട് പറയാൻ ഇവരെ കാണാനില്ല, കേറുന്നത് കാണാനില്ല തോന്നുന്നു. ആള് ജോയിനിങ് കാണിക്കുന്നുണ്ട്, പക്ഷെ കേറാൻ പറ്റുന്നില്ല തോന്നുന്നു. നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോ. എന്നാ ബാബേട്ടൻ വചനം പറയുന്ന. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാനില്ലേ? വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ നമ്മുടെ സൂം മീറ്റിങ്ങിലൂടെ ഒരു വെള്ളിയാഴ്ചയും കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ പല ഭവനങ്ങളായിട്ട് ഒരുമിച്ച് ചേരുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 19ാമത്തെ സങ്കീർത്തനമാണല്ലോ വായിച്ചത്. ആ വായിച്ച സങ്കീർത്തനത്തിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കും. സങ്കീർത്തനകാരനുള്ള ദാവീദ് കർത്താവിൻ്റെ വിധികളെക്കുറിച്ച്, തൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്ന വലിയ മഹത്തായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് കേൾക്കുന്നത്. അതായത് കർത്താവിൻ്റെ വിധികൾ, കർത്താവിൻ്റെ വചനം അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ ആകുന്നു. ആഗ്രഹിക്കാനുള്ള കാരണം കർത്താവിൻ്റെ വിധികളാണ്. അത് സാധാരണ മനുഷ്യന്റെ വിധിയല്ല. ഒരു രാജാവായിട്ടുള്ള ദാവീദ് പറയാണ് അത് കർത്താവിൻ്റെ വിധിയാണ്. അത് കർത്താവാണ് ദാവീദിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിയത്.
അത് കൃത്യമായിട്ട് ആ ബോധ്യം ദാവീദിനുണ്ട്. മാത്രമല്ല അവ എങ്ങനെയാണെന്നാണ് പറയുന്നത്, അവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം, അത് തേൻകട്ടയിലും ഏറ്റവും മധുരമുള്ള പദാർത്ഥങ്ങളെ, ലോകത്തിലെ മധുരമുള്ള പദാർത്ഥങ്ങളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. തേനിലും തേൻകട്ടയിലും മധുരമുള്ള കർത്താവിൻ്റെ വചനം. മാത്രമല്ല പറയുന്നു, വീണ്ടും തുടരുന്നു, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അവയെ പ്രമാണിക്കുന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. യോശുവയോട് ചോദിച്ചാൽ യോശുവ പറയും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കാനുള്ള ഒരു നല്ല മനസ്സ് അതെ യോശുവയ്ക്കുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം അധ്വാനിച്ച പൗലോസ് പറയുകയാണ്, അതെ പൗലോസിന്റെ ലേഖനങ്ങളിലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാൻ എന്ന കാര്യത്തിന് ഒരു സ്ഥാനവുമില്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ എന്നെ കാണുന്നവരെ ക്രിസ്തുവിനെ കാണണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. തന്നെ കാണുന്നവരെ, എന്നെ കാണുന്നവരെ ഇനി ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ജീവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിന്റെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഒരു വ്യക്തിയോട് ചോദിച്ചാല് എത്ര പണം ചെലവാക്കിയാലും ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ മനുഷ്യരുടെ ജീവിതം, ആയുസ് അത് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പാടുപെടുന്നു. അതിനു വേണ്ടിയിട്ട് എത്ര പണവും ചെലവാക്കാൻ തയ്യാറാണ് ആളുകൾ. അത് സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അത് നിലനിർത്താൻ വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിക്കുന്ന കാലഘട്ടത്തില് പൗലോസ് പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ആൾക്ക് അത് പറയുന്ന കാര്യം ഇതാണ്, ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മരിക്കുന്നത് ഒരു ലാഭമായിട്ട് കാണുന്ന ഒരവസ്ഥയാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മരിക്കുന്നത് ലാഭമാകുന്നത്? അതെ, ക്രിസ്തുവിലെ ജീവിച്ചാലാണ് മരിക്കുന്നത് ലാഭമാകുന്നത്. വീണ്ടും അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഇനിയും കൂടുതൽ വേല ചെയ്ത് കഴിഞ്ഞാല്, കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാല് ധാരാളം പ്രതിഫലം ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന് 2-ാം ലേഖനത്തിന്റെ അതിന്റെ 12-ാമത്തെ അധ്യായത്തില് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ പറയുന്നതും ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ, 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടെയോ എന്ന് അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസ്യോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അങ്ങനെയാണ് തുടക്കം പറയുന്നത്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. തൻ്റെ ജീവിതാനുഭവമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരു മനുഷ്യനെ ഞാൻ അറിയാം. 14 സംവത്സരം അത് മറച്ചു വെച്ചുകൊണ്ട്, ഇപ്പൊ മറ നീക്കിക്കൊണ്ട് കൊരിന്ത്യർക്ക് എഴുതി 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പറയണം, ഞാൻ 14 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, പർദീസയിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷെ അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ കൂടുതൽ അഗാധതയിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിലേ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. ഇവിടെ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ താൻ കഷ്ടം അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചിട്ട് പറയുന്നൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 11-ാമത്തെ അധ്യായത്തിന്റെ തൊട്ട് മുന്നിലത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. എന്തിനു വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചു? സ്വർഗത്തിൻ്റെതായിട്ടുള്ള ആ നിക്ഷേപങ്ങൾ കണ്ടപ്പോൾ, ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നൽകുന്ന, ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം അവിടെ സ്വർഗത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ
ഈ ലോകത്തിന്റെ കഷ്ടത, ഈ ലോകത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അതെ നിസാരമായിട്ട് കണ്ടു. ഒക്കെ ക്രിസ്തുവിനാണ് ഞാൻ ആയിരിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ, തനിക്ക് ഒരു പ്രതിഫലം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യും. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് അതെ അദ്ദേഹം ചെയ്യാണ്. ഏറ്റവും അധികം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാർ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദിയിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കെളുപ്പ്, വൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ച് ചിന്താഭാരവും എന്ന തിരക്കും ഉണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്, ഒരു മനുഷ്യനല്ലേ ഇത്രയൊക്കെ സഹിക്കുന്നതും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നതും എന്തിനു വേണ്ടിയിട്ട്? തനിക്ക് ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് ഉള്ള ബോധ്യം ആ മനുഷ്യനുണ്ട്. പ്രതിഫലങ്ങൾ നൽകാനുള്ള കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും അപ്പോസ്തലൻ ഒക്കെ എത്ര ബുദ്ധിമുട്ടും എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും അതൊക്കെ നിസ്സാരമാണ്, ഞാൻ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ബുദ്ധി ആ ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാണ്. വീണ്ടും നമുക്ക് 12-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് ഇങ്ങനെയാ പറയുന്നത്, 7-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. തൻ്റെ ജഡത്തിലെ ഒരു ശൂലം. അപ്പോ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജഡത്തിലെ അനുഭവിച്ച കാര്യങ്ങൾ കൂടാതെ സ്വയമായിട്ട് അതെ വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം തൻ്റെ ജഡത്തിലും തന്നു. അത് മാത്രമല്ല, ആ ശൂലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശൂലം മാറിപ്പോയില്ല, പക്ഷെ ആ ശൂലത്തെ അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ അവന് ലഭിച്ചു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഏറ്റു, ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലൊക്കെ പോയി. അങ്ങനെ പോയപ്പോഴും പൗലോസ് അപ്പോസ്തലൻ നല്ല പ്രത്യാശയിലും നല്ല സന്തോഷത്തിലുമായിരിക്കുന്നു. ഈ ലോകത്തിന്റെ എല്ലാ പദവികളും അതെ തനിക്ക് അതെ ചവറ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പൗലോസ് ശൗലായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഇവിടെ നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, ആദ്യത്തെ ചില വാക്യങ്ങൾ, അന്ന് ശൗലായിരിക്കുന്ന സമയത്ത് വലിയ മുകേഷ് കയറിയിട്ടുണ്ട്, ജോയിന്റ് ആയിട്ടുണ്ട്. ഓക്കെ ശരി, താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ഞാൻ ചിന്തിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതലേ കുറെ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതെ പൗലോസ് അപ്പോസ്തലന്റെ കാര്യം എങ്ങനെയാ പറഞ്ഞത്, ഇത്രയും വലിയ പദവികളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ചവറ് എന്നെണ്ണാൻ അതെ ആ പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. എന്തുകൊണ്ട്? ക്രിസ്തുവാണ് തന്നെ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ ആയിരുന്നു. ഇനി നമുക്ക് പ്രിയപ്പെട്ട മുകേഷ് നമ്മുടെ സൂമിലെ മീറ്റിംഗിൽ ചേർന്നിരിക്കുന്നു. മുകേഷിന്റെ വചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. मुकेश भाई, आपके लिए बहुत धन्यवाद कर देता हूँ, स्वागत करता हूँ। पीपीसी के लिए आपका स्वागत है। आप 10 मिनट तक आपका विटनेस बोल सकते हैं, मैं ट्रांसलेट कर देता हूँ। आपको सुनाई देते है क्या? जी बिल्कुल। मेरी आवाज आ रही है? आपको आवाज आ रही है क्या? हाँ आपकी आ रही है, मेरी आ रही है? हाँ, मैं आपका आवाज आ रहा है। आप 10 मिनट तक बोल दीजिए, और 9:40 को खत्म हो जाएगा। और 10 मिनट का आपका ट्रांसलेट कर दे, मैं ट्रांसलेट कर देता हूँ मलयालम में। जी तो प्रेज लॉर्ड, प्रभु यीशु मसीह के नाम से मैं सबका जय मसीह बोलता हूँ।
യേശുവിന്റെ നാമത്തിലുള്ള സ്വാഗതം परमेश्वर ने ഒരിക്കൽ आज കൂടെ അറിയിക്കുന്നു. परमेश्वर ने आज सुनहरा अवसर दिया आपके बीच में बोलने के लिए, इसलिए मैं परमेश्वर का धन्यवाद देता हूँ। PPCയിലെ നിങ്ങളുടെ ഇടയിലെ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാക്കി കൃപകൾക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. मैं 9 बजे से ट्राई कर रहा था जोड़ने के लिए, लेकिन नेटवर्क की वजह से मैं जोड़ नहीं पा रहा था। 9 മണി മുതൽ ഞാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ നെറ്റിന്റെ പ്രശ്നം കാരണം കിട്ടിയിരുന്നില്ല. मेरा नाम पास्टर मुकेश केवरी है, मैं राजस्थान से हूँ। എന്റെ പേര് മുകേഷ് ഗുഹാരി എന്നാണ്. ഞാൻ രാജസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ठीक है, हमारे पास इतना समय नहीं है, इसलिए हम सीधा परमेश्वर के वचन में जाएंगे कि परमेश्वर आज के संध्या के वेले में परमेश्वर हमसे क्या बातें करना चाहता है। എനിക്ക് കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പരമേശ്വരൻ കർത്താവായ യേശുക്രിസ്തു എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് എനിക്കത് കഴിയുന്നില്ല. मेरे साथ निकाल ले प्रकाशित वाक्य 3 अध्याय उसके 21 आयत। दोबारा बोलिए, अंग्रेजी में बोल दिए। रेवलेशन चैप्टर 3 वर्स 21। വെളിപാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെ പ്രകാരം പറയുന്നുണ്ട്. So I will read for you. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. जो जय पाए उसे मैं अपने साथ अपने सिंहासन पर बिठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ उसके सिंहासन पर बैठ गया। ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. यहाँ पर हम देखते हैं परमेश्वर के वचन में कि जो जय पाए उसे मैं अपने सिंहासन पर बिठाऊंगा करके परमेश्वर का वचन कहता है। കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ ജയിക്കുന്നവനെ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകുമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. और आगे लिखा गया जैसे कि मैंने भी जय पाकर उस सिंहासन पर अपने पिता के साथ में भी जय पाकर उस सिंहासन पर बैठ गया करके। അതിന്റെ മുൻഭാഗത്ത് പറയുന്നുണ്ട്, ഞാനും ജയിച്ച് പിതാവിനോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളും എന്നോട് കൂടെ ഇരിക്കാൻ വരം നൽകും. तो यहाँ पर हम एक बात को देखते हैं कि जब यीशु मसीह इस दुनिया में थे तो यीशु मसीह के जीवन में कई सारी समस्या आई, कई दिक्कत आई, कई दुख आई, कई परेशानियां उसके जीवन में आई। കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് പല പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ जब यीशु मसीह यहाँ पर संसार में 3.5 साल जब उन्होंने सेवा किया तो कोई आसान की सेवा नहीं किया, लेकिन उसके जीवन में कई सारी समस्या आई, कई दिक्कतें आई और कई सारी समस्या का उन्हें सामना करना पड़ा है। हम यहाँ पर इस वचन के आधारित देखते हैं तो ഈ വചനത്തിൽ പറയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തു 3.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് വചനത്തിൽ നമ്മളോട് കാണിച്ചു പറയുന്നു. लेकिन हमारे जो प्रभु यीशु मसीह है इन समस्याओं को देखकर वो पीछे नहीं हटा या फिर समस्याओं से उसने हताश नहीं हुआ या समस्याओं को देखकर वो हार नहीं गया, उसने समस्याओं के ऊपर विजय प्राप्त किया। കർത്താവ് യേശുക്രിസ്തു പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോൾ, പരീക്ഷകളും കടന്നു വരുമ്പോൾ ആ പരീക്ഷകളിൽ തോൽക്കാനായിട്ട് ഇടയായില്ല. അവിടെ ജയിച്ച് പരീക്ഷകൾ നേരിട്ട് അത് പിന്നോട്ട് പോകാതെ അത് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. तो वैसे ही यीशु मसीह हमें भी कहते हैं कि हमें भी जय पाने की जरूरत है, तभी हम यीशु मसीह के साथ उसके सिंहासन पर बैठ सकते हैं। കർത്താവ് യേശു നമ്മളോടും പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും പരീക്ഷയിലും പ്രയാസങ്ങളിലും പരിശോധനകളിലും ജയിച്ച് എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകുമെന്ന് കർത്താവോടെ പറയുന്നു. तो हमें क्या चीज के ऊपर हमें जय पाना है? നമ്മൾ എങ്ങനെയാണ് കർത്താവിനോട് കൂടെ ജയിക്കാനായിട്ട് ഇടയാവുന്നത്? हम संसार में रहते हैं तो कई सारी हमारे जीवन में भी समस्या आती है, दुख आता है, बीमारियां आती है, कई सारी परेशानियां आती है। तो हमें उसके ऊपर उनकी समस्याओं को देख के हमें हारना नहीं, बल्कि उस समस्याओं के ऊपर हमें विजय प्राप्त करना है। ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സാമൂഹികമായി ജീവിക്കുമ്പോൾ രോഗങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, കഷ്ടതകൾ വരും. അതൊക്കെ കണ്ട് നമ്മൾ പിന്നോട്ട് പോകാതെ അതിനെ പരിശോധന ജയിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. जब हम इन संसार के ऊपर, अंधकार की शक्ति के ऊपर, शैतान के ऊपर हम जय पा लेते हैं, तभी हम प्रभु यीशु मसीह के साथ उसके सिंहासन पर हम बैठते हैं।
ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രോഗങ്ങൾ മാത്രമല്ല, പ്രയാസങ്ങളും കഷ്ടതകളും പരിശോധനകളും സാത്താന്റെ പോരാട്ടങ്ങളൊക്കെ വരുന്ന നേരത്ത് അവിടെ നിന്ന് ജയിച്ച് കർത്താവിനോട് കൂടി ഇരിപ്പാൻ നമുക്ക് വരം കിട്ടും. हम हर एक परेशानी के ऊपर, हर एक बीमारी के ऊपर, हर एक समस्याओं के ऊपर हम जय पा लेते हैं, उसमें हम मजबूत तरीके से हम खड़े रहते हैं। तभी परमेश्वर हमें उसके साथ, यीशु मसीह के साथ हमें बैठने का अवसर देता है। രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും പരിശോധനകളും സാത്താന്റെ പോരാട്ടങ്ങളും കടന്നു വരുന്ന നേരത്ത് അതിൽ നിന്ന് ജയിച്ചിട്ട് വേണം കർത്താവിനോട് കൂടെ ഇരിക്കാൻ നമുക്ക് വരം നൽകേണ്ടത്. അതിനാ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. One more verse we will read, Second Chronicle chapter 20. Second Chronicle chapter 20, one word. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം വേഴ്സസ് 1 and 2. कौन सा? जी, हाँ, 1 and 2. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ 2-ാമത്തെ വാക്യങ്ങൾ. यहाँ पर इस प्रकार से लिखा गया है, उसके बाद मोआबियों और अम्मोनियों ने उसके साथ कई मुनियों ने युद्ध करने के लिए यहोशापात पर चढ़ाई की। അതിനുശേഷം മോവാബരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. तो यहोशापात एक राजा था और उस राजा से लड़ने के लिए, उस राजा से युद्ध करने के लिए 3 राजा एक साथ उसके साथ लड़ाई करने के लिए आए। യഹോശാഫാത്ത് എന്ന രാജാവിനോട് എതിരായിട്ട് 3 രാജാക്കന്മാരെ ഒരുമിച്ച് അവനെതിരായിട്ട് യുദ്ധത്തിനായിട്ട് കടന്നു വന്നു. एक ही समय में एक साथ 3 राजा यहोशापात से लड़ने के लिए आते हैं। ഒരു രാജാവിനെതിരായിട്ട് 3 രാജാക്കന്മാർ ഒരേ സമയത്ത് യുദ്ധത്തിനായിട്ട് കടന്നു വന്നു. हमारे जीवन में भी हम देखते हैं कई बार एक साथ कई सारी समस्या हमारे जीवन में आ जाती है। നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും പലപ്പോഴും ഒരേ സമയത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരേ സമയത്ത് കടന്നു വരുന്ന നാം കാണുവാനായിട്ട് ഇടയാവും. कई बार हमारे जीवन में समस्याओं के ऊपर समस्या, समस्याओं के ऊपर समस्या हमारे जीवन में आती रहती है। പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്കുള്ള യാത്രകളിൽ നാം ഇടപെടാറുണ്ട്. तो वैसे ही यहाँ पर भी यहोशापात के जीवन में एक साथ 3 राजा उससे युद्ध करने के लिए उसके सामने आ गए। അതുപോലെ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ 3 രാജാക്കന്മാർ ഒരുപോലെ യുദ്ധത്തിന് വന്നതായിട്ട് നാം കാണുവാൻ സാധിക്കും. वर्ष 3 में लिखा गया है, तब उस यहोशापात उस राजाओं से देखकर वो जब लड़ने के लिए आए तो उनको देखकर वो डर गया। അവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യഹോശാഫാത്ത് 3 രാജാക്കന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ അത് കണ്ടിട്ട് ഭയപ്പെട്ടു. लेकिन वो जब डर गया तो डर कर किसी कोने में जाके, वहां वचन में ये नहीं लिखा गया कि वो डर के मारे किसी कोने में जाके बैठ गया करके। അവിടെ എഴുതിയിട്ടുണ്ട്, പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് മൂലയ്ക്ക് പോയിരുന്നില്ല, അവിടെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. बल्कि आगे वचन में लिखा गया है कि वो यहोवा की खोज में लग गया और पूरे यहूदा में उपवास का प्रचार करवाया। അവിടെ എഴുതിയിട്ടുണ്ട് തോൽക്കാൻ ഇടയായില്ല, ഒരു ഉപവാസം, യഹൂദയിൽ ഒരു ഉപവാസം പ്രസിദ്ധമാക്കാനായിട്ട് ഇടയായി തീർന്നു. मुकेश भाई अभी खत्म होने वाले, आवाज टाइम खत्म होने वाले, अभी प्रार्थना करके खत्म करना है. अच्छा, ठीक है, अगली बार हम जरूर इस वचन से काफी बातें बताने के लिए थी, लेकिन समय नहीं है, इसलिए क्षमा चाहूंगा. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ സമയം നിർത്തുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സംസാരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മുകേഷ് ഭാई प्रार्थना कर दो. ठीक है, अपने आंखों को बंद करें, हम प्रार्थना करेंगे. स्वर्गीय पिता परमेश्वर, धन्यवाद देते हैं प्रभु तेरे अनुग्रह के लिए, तेरे दया के लिए प्रभु से. जितने भी यहाँ पर उपस्थित हैं इन सबको प्रभु आपके हाथों में समर्पित कर देते हैं. आप सबको प्रभु आप आशीष करें प्रभु जी. जितने भी ने जो वचन प्रभु आपके प्रियदास ने जो सुनाया है और मैंने भी जो वचन सुनाया प्रभु, इन तमाम के जरिए से प्रभु आप उनके जीवन में आशीष करें प्रभु जी. और लगातार प्रभु इस संगति में बने रहने के लिए प्रभु सहायता किया जाए, मदद किया जाए प्रभु से. समय ना होने की वजह से प्रभु हम वचन सही से सुन नहीं पाए प्रभु जी, बल्कि प्रभु हम क्षमा चाहते हैं. और जितने भी यहाँ पर उपस्थित हैं सबको प्रभु आप बहुत ऐसे आशीष दिया जाए, किसी भी भली वस्तु के उनके जीवन में घटी ना होने पाए. दिन प्रतिदिन प्रभु आप में, आपके अनुग्रह में, आपकी दया में आगे बढ़ने के लिए आप उन्हें सहायता किया जाए, मदद किया जाए प्रभु जी. धन्यवाद देते हैं आपके प्रदास पास्टर
सज्जू को और पास्टर शलशोन सर को भी प्रभु आपके हाथों में समर्पित कर देते हैं। आप उन्हें बहुत आशीष प्रभु आप आशीष करें और आपके राज्य के लिए प्रभु आप उन्हें इस्तेमाल किया अच्छा है प्रभु जी। धन्यवाद देते हैं प्रभु जो पीपीसी मिशन जो है प्रभु इन मिशन को भी प्रभु आपके हाथों में समर्पित कर देते हैं। इस मिशन की जरिए से प्रभु अद्भुत कामों को होने के लिए आप मदद किया जाए सहायता किया जाए प्रभु जी। धन्यवाद देते हैं प्रभु आपने प्रार्थना सुना। आदर महिमा जलाल सब कुछ आपके हाथों में देते हुए इस प्रार्थना को हम यीशु के नाम से मांगते हैं आमीन। मुकेश भाई आपके लिए धन्यवाद। पीपीसी के लिए आपका आया टाइम खत्म हो गया था इसलिए आपको धन्यवाद कर देता हूँ। साजू साहब अभी चेन्नई में ट्रेन में सफर कर रहे हैं इसलिए वो मीटिंग में वीडियो ऑन नहीं कर पाया। आपके लिए धन्यवाद कर देता हूँ। ആശീർവാദം പറയാം. പറയട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസം നമ്മൾ ഓരോരുത്തരുടെയും എപ്പോഴും കർത്താവിന്റെ വരവ് വരെയും ഇന്നോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം നൽകിയ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.